ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ വന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ്ങിന് പോവാണ്. അപ്പം ഞങ്ങൾ 3 ദിവസത്തേക്കുള്ള ട്രിപ്പാണ്, കായംകുളത്തോട്ടാണ് പോകുന്നത്. അപ്പം അതിനു മുന്നേ ഉള്ളൊരു പ്രിപ്പറേഷൻ വീഡിയോ ആണ്. ആക്ച്വലി ഞാനിതൊരു ഈ ഒരു ദിവസവും അതുപോലെ ഹൽദിയുടെ ഡേയും അത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ വീഡിയോ തന്നെ അത്യാവശ്യം ലെന്തിയായി. നിങ്ങൾ പറഞ്ഞില്ലേ സ്പീഡ് കൂടുന്നു. അതുകൊണ്ട് ഞാൻ സ്പീഡ് കുറച്ചിട്ടപ്പോഴത്തേക്ക് വീഡിയോ ലെന്തായി. ആക്ച്വലി വീഡിയോ ഭയങ്കര ലെന്താവുമെന്നേ നമ്മൾ സ്പീഡ് കൂട്ടിയിട്ടില്ലെങ്കിൽ. ഞാനിതിപ്പോൾ എഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ എടുത്താൽ എനിക്ക് 45-46 മിനിറ്റ്സ് ഉണ്ട്. അപ്പോൾ അത്രയും നേരം എന്തിനാണ് നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോയുടെ സ്പീഡ് കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഞാൻ ഹെയറിൽ ഓയിൽ വെക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു 1 hour വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു ലാമ്പിനകത്ത് ചെറിയൊരു ഹോളുണ്ട് അതിൻ്റെ മുകളിൽ. അപ്പോൾ ആ ഒരു ഹോളിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ അത് നന്നായിട്ട് ഹീറ്റും. കുറച്ച് നേരം കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഈ ലാമ്പിനകത്ത് പെട്ടെന്ന് ചൂടാവും കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം വെക്കരുത്. അതുപോലെ ഭയങ്കര ചൂടായിട്ടുള്ള എണ്ണയൊന്നും തലയിൽ തേക്കരുത്. ആ ഒരു എണ്ണ നന്നായിട്ട് ആറിയതിന് ശേഷം ചെറിയൊരു ചൂടോട് മാത്രമേ തലയിൽ തേക്കാവുള്ളൂ. ഡയറക്റ്റ് തേക്കണമെന്നുമില്ല. ഏതെങ്കിലും ഒരു കോട്ടൺ അതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ തലയിൽ തേച്ചാൽ മതി. സോ ആദ്യമേ ഓയിലിങ് ദ ഹെയർ ആണ്. ഇത്രയും സമയം ഫ്രീ ആണല്ലോ നമ്മൾ. അപ്പോൾ ആ ടൈമിലായിരിക്കും ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ഇങ്ങനെയുള്ള സമയത്ത് ഞാനൊരു 5 മിനിറ്റ് മുന്നേ പ്ലാൻ ചെയ്യും എന്ത് ചെയ്യണം. അപ്പോൾ ഓയിൽ വെച്ചിട്ട് ഈ പരിപാടിയൊക്കെ ചെയ്യാം എന്ന് അങ്ങനെ ഞാൻ ഇപ്പം മുതലാണ്. പണ്ട് എനിക്കിങ്ങനെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് തന്നെ ചിലത് ചെയ്ത് വരുമ്പോൾ അത് സെറ്റാവും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പ്ലാനിങ് ഉണ്ട്. ഓക്കെ, അതിനുശേഷം ഇതെല്ലാം നമ്മൾ അയൺ ചെയ്തുകൊണ്ട് പോകണം. അവിടെ അയൺ ബോക്സും കാര്യങ്ങളുടെയും കേസൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനെല്ലാം അയൺ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഞാൻ സാരിയും ബാക്കിയുള്ള ഡ്രസ്സുകളും ഒക്കെ തേക്കുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി എനിക്ക് ആക്ച്വലി സാരി ഉടുക്കാൻ അറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഓൾറെഡി പ്ലീറ്റൊക്കെ എടുത്തിട്ടാണ് കൊണ്ടുപോയത്. അതായത് ഫ്രണ്ട്സിനറിയാം, അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അവർ ഹെൽപ്പ് ചെയ്താലും നമ്മൾ കംപ്ലീറ്റ്ലി അവരുടെ ഹെൽപ്പിന് വേണ്ടി നിന്നിട്ട് കാര്യമില്ല. കാരണം 4 പേരുണ്ട്. ഞങ്ങൾക്ക് രാവിലെ ഒരു 9:30 പോകണമായിരുന്നു കല്യാണത്തിന്. അപ്പം അവരെ മാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പ്ലീറ്റ് എടുക്കാൻ എനിക്ക് ആക്ച്വലി അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു പാർലറിൽ കൊണ്ട് ചെന്നിട്ട് ആ ചേച്ചിയാണ് കേട്ടോ എനിക്ക് പ്ലീറ്റ് എടുത്ത് തന്നത്. നല്ല കുഞ്ഞുമായിട്ട് പ്ലീറ്റ് എടുത്തു. പക്ഷെ അത് ഉടുത്ത് വന്നപ്പോൾ എനിക്ക് അത്രയ്ക്ക് കുഞ്ഞതാക്കണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നി. പിന്നെ അതുപോലെ ഡ്രസ്സും എല്ലാം ഞാൻ എല്ലാം അയൺ ചെയ്തിട്ടാണ് പോയത്. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനി അവിടെ നമ്മൾ വേറൊരു വീട്ടിൽ പോവല്ലേ, ഇനി അവരോട് അയൺ മെഷീൻ ചോദിക്കണം. അതുകൊണ്ട് ഞാൻ എല്ലാ ഡ്രസ്സും ഞാൻ അയൺ ചെയ്തിട്ട് തന്നെയാണ് കൊണ്ടുപോയത്. അയൺ ചെയ്ത് നന്നായിട്ട് മടക്കി ഞാൻ ഒരു രീതിയിൽ ഞാൻ യൂട്യൂബൊക്കെ നോക്കി പഠിച്ചു വെച്ചു എങ്ങനെയാണ് നന്നായിട്ട് മടക്കി വെക്കുന്നതെന്നൊക്കെ. അങ്ങനെ മടക്കിയിട്ടാണ് കൊണ്ടുപോയത്. ആക്ച്വലി ഞാനങ്ങനെ കൊണ്ടുപോയത് നന്നായിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോഴും ചുളുവും അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് തന്നെ എൻ്റെ എല്ലാ ഡ്രസ്സും നന്നായിട്ട് തന്നെ ഇരുന്നു. അപ്പം വീഡിയോസിൻ്റെ സ്പീഡ് കുറയ്ക്കണമെന്ന് കുറേ കമൻസ് വന്നു. ആക്ച്വലി ഞാൻ ഫുൾ എന്തിലിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാവും ഭയങ്കര വലിയ വീഡിയോ ആയി പോകുന്നത്. ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 45-46 മിനിറ്റ്സ് ഒക്കെയാണ് ഈ വീഡിയോസ് വരുന്നത്. അപ്പോൾ അത്രയും മിനിറ്റ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്പീഡ് കൂട്ടുന്നത് എന്നിട്ട് ലെന്ത് കുറയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഞാൻ എല്ലാം എടുത്തിട്ട് ഞാൻ ഈ 2 ബാഗാണ് കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് ആക്ച്വലി കല്യാണം കഴിഞ്ഞ് നേരെ ട്രിവാൻഡ്രം വരണം. ട്രിവാൻഡ്രം വന്നിട്ട് എനിക്ക് ഓഫീസിൽ പോകണം. അപ്പോൾ ഞാൻ ലാപ്ടോപ്പും എനിക്ക് ഭയങ്കര ഹെവി പാക്കേജിങ് ആയിരുന്നു ആക്ച്വലി. ലാപ്ടോപ്പ് എടുക്കണം, അതിൻ്റെ ചാർജർ, മൗസ്, ഓഫീസിലേക്കുള്ള എല്ലാ കാര്യങ്ങളും എടുക്കണം. അതുപോലെ തന്നെ ഈ പാക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം എടുക്കണം. അപ്പം ഞാൻ കുറേ ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. മീഷോയിൽ നിന്നോ മറ്റോ ആണ്. ആ ബാഗ് ഞാൻ നെക്സ്റ്റ് ഒരു പാർട്ടിൽ കാണിക്കാം. അതിനകത്ത് ഞാൻ വലുതിനകത്ത് ഈ സാരി ഇതുപോലെ ഹെവി ഡ്രസ്സസ് എല്ലാം എടുത്തു. വേറൊരു ബാഗിനകത്ത് നമ്മളെ നൈറ്റ് ഡ്രസ്സസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ചാർജർ ഒരു ബാഗിനകത്ത്, മേക്കപ്പ് കിറ്റ് വേറൊരെണ്ണത്തിനകത്തും, അങ്ങനെ മാറ്റി വെച്ചു. അതായത് ഈ 2 ബാഗിനുള്ളിൽ എനിക്കെല്ലാം തികയണം. ഇതെൻ്റെ ഫ്രണ്ട് എൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങി തന്നെയാണ് കേട്ടോ. അടിപൊളി ബാഗാണ്, ഭയങ്കര ക്യൂട്ടാണ്, നല്ല കളറാണ് അത്. അങ്ങനെ
എല്ലാം എല്ലാം അങ്ങനെ പാക്കിങ് നടക്കുകയാണ്. പിന്നെ ഞാൻ ഈ സ്ട്രെയിറ്റ്നറാണ് കൊണ്ടുപോയത് കേട്ടോ. ഈ സ്ട്രെയിറ്റ്നറിൻ്റെ കേസ് ഞാൻ റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്ട്രെയിറ്റ്നർ അടിപൊളി സ്ട്രെയിറ്റ്നറാണ്. അൺടിൽ ആൻഡ് അൺലെസ് നമ്മളുടെ ഹെയർ നന്നായിട്ട് കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഹെയറിൽ ഇത് യൂസ് ചെയ്താൽ കുറേ നേരം നിൽക്കും, നന്നായിട്ട് നിൽക്കും. അങ്ങനെയുള്ളൊരു സ്ട്രെയിറ്റ്നറാണ്. ഓക്കെ. പിന്നെ ഞാൻ കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സ്നാക്സ് പാക്ക് ചെയ്തു. അങ്ങനെ കുറേ കാര്യങ്ങൾ പാക്ക് ചെയ്തു. പിന്നെ ഇത് ഞാൻ നിങ്ങൾ മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ഞാൻ ചെയ്ത കാര്യങ്ങൾ മാത്രം കാണിക്കുന്നത്. ഇതിനകത്തിപ്പം നിങ്ങൾ എന്തെങ്കിലും ഓർക്കുന്നെങ്കിൽ ഓർത്തോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ബോഡി വാഷ്, ഈ ഒരു സ്ക്രബ്ബർ, ഞാൻ സിൽക്കൻ്റെ സ്ക്രബ്ബറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫേസ് വാഷ്, പിന്നെ എൻ്റെ ബ്രഷ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഞാൻ മുന്നേ പറഞ്ഞ ആ ബാഗിനകത്ത് തന്നെ വെച്ചിട്ടാണ് കൊണ്ടുപോയത്. പിന്നെ ഓയിൽ എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മിസലേ വാട്ടർ അല്ല യൂസ് ചെയ്യുന്നത്, അത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ ഇപ്പോൾ ഞാൻ ഓയിലാണ്, ഡബിൾ ക്ലെൻസിങ്ങിന് ഞാൻ ഫസ്റ്റ് ഓയിലാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം മാത്രമാണ് ഫേസ് വാഷ് യൂസ് ചെയ്യുക. അപ്പോൾ ഞാനവിടെ സ്നാക്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പാട്ട് കേട്ടിട്ടാണ് കേട്ടോ ഇതെല്ലാം പാക്ക് ചെയ്യുന്നത്. കാരണം കുറേ നേരം എടുക്കും ഇതെല്ലാം. ഒന്നെടുക്കുമ്പം അയ്യോ മറ്റേത് വിട്ടുപോയല്ലോ, മറ്റേത് എടുക്കുമ്പോൾ അയ്യോ. പിന്നെ ഈ പാക്ക് ചെയ്ത് വെച്ച ബാഗെല്ലാം ഞാൻ വീണ്ടും വീണ്ടും തുറക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ്, അതുപോലെ തന്നെ ഫേസ് തുടയ്ക്കാനായിട്ട് ടവല്, എല്ലാ കാര്യങ്ങളും ഞാൻ ഒന്നും വേണ്ട എന്ന് വെച്ചില്ല. പിന്നെ ഈ ഒരു വലിയ ബാഗ്, ഇതിനകത്താണ് ഞാൻ പറഞ്ഞ സ്കിൻ കെയറും അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ഓർണമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്താണ്. അത് ഞാനിപ്പം കാണിക്കാത്തതുണ്ട്. ഈ സിൽവർ കളറിലുള്ള ഓർണമെൻറ്റ്സ് ഞാൻ ഇതിനകത്താണ്. പിന്നെ ഗോൾഡൻ കളറിലുള്ള വേറൊരു കവറിലാണ്. എൻ്റെ ഇയർ റിങ്സ് വേറെ അതിനകത്താണ് വെച്ചത്. പിന്നെ കുറേ എന്തായാലും നമുക്ക് സാരി ഉടുക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മാരേജിന്. അപ്പോൾ നമുക്ക് പിന്നിന് ക്ഷാമം ഉണ്ടാവരുതല്ലോ. അങ്ങനെ ഞാൻ കുറേ പിന്ന് വാങ്ങിച്ചു. പിന്നെ ഈ ഒരു മേക്കപ്പ് കിറ്റിനകത്ത് ഞാൻ എന്തൊക്കെയുണ്ടെന്ന് പറയാം. ഇതൊരു വെറ്റ് വൈപ്സ് ആണ്. പിന്നെ നമ്മളുടെ ബോഡി ലോഷൻ, ഞാൻ ഈ ബെല്ല വീറ്റയുടെ ബോഡി ലോഷനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ഇത് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട്. സ്ലൈഡ്, പിന്ന്, പൊട്ട്, പിന്നെ എൻ്റെ ഒരു മോയ്സ്ചറൈസർ, പിന്നെ ഹെയർ ക്രീം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അവരോരോ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെയാണ്. അത് നമ്മൾ ഓർണമെൻ്റ് ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഇതെൻ്റെ മേക്കപ്പിൻ്റെ കാര്യം. സ്ട്രോബ് ക്രീം, എന്താണ്ട് കൺസീലർ, പിന്നെന്താ ഹൈലറോണിക് ആസിഡ്, കെ ബ്യൂട്ടിയുടെ ക്രീം, അങ്ങനെ ഹൈലറോണിക് ആസിഡ് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കൺസീലറും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ബാഗ് ഉണ്ടല്ലോ, ആ ബാഗ് ഇതാണ്. ഇതൊത്തുള്ള കുറേ ബാഗ്. പിന്നെ എല്ലാം ഇങ്ങനെയല്ല, ചിലതിന് സിബൊക്കെ വരും. അപ്പം പിന്നെ ഒരെണ്ണത്തിനകത്ത് ചാർജർ, പിന്നെ പിന്നെ സാരി ഉടുക്കണമല്ലോ, അപ്പം നമ്മൾ ഹീലുള്ള ചെരുപ്പ് തന്നെ ഇട്ട്, അത് മാൻഡേറ്ററി ആണല്ലോ. ആക്ച്വലി നിങ്ങൾ ആരെങ്കിലും സാരി ഉടുക്കുന്നുണ്ടെങ്കിൽ ഹീലുള്ള ചെരുപ്പാണ് ഇടുന്നതെങ്കിൽ മറക്കാതെ ഹീലുള്ള ചെരുപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ സാരി ഉടുക്കാൻ. ഞാൻ അങ്ങനെയല്ല ചെയ്തത്, ഞാൻ സാരി ഉടുത്തിട്ടാണ് ചെരുപ്പിട്ടത്. അപ്പോഴത്തേക്ക് എനിക്ക് സാരി കുറച്ച് പൊങ്ങിപ്പോയി, അത് കുറച്ച് പ്രശ്നമായി. ബട്ട് കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം അത് നമുക്കൊരു പാഠമാണല്ലോ. എനിക്കറിയായിരുന്നു, പക്ഷെ ഞാനത് അത്രയ്ക്ക് പൊങ്ങുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ സാരി കുറച്ച് പൊങ്ങിപ്പോയി. ഓക്കെ, പിന്നെ അത് സാരമില്ല. ഓക്കെ, ഞാൻ കണ്ട് ഈ ഒരു ബാഗ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ കുറേ ടൈപ്പ് ബാഗുണ്ട്. കുറച്ച് കുഞ്ഞതുണ്ട്. ഞാൻ ആ മേക്കപ്പൊക്കെ വെച്ചത് ഞാൻ ആ ബാഗ് കാണിച്ചു തന്നില്ലേ, അതുപോലെ ഒരു ബാഗുണ്ട്. പിന്നെ ഇതുപോലൊരു ബാഗ്, ട്രാവലിൻ്റെ മുകളിൽ നെറ്റ് വരും. ഇത് കുറച്ചുകൂടി അഡ്ജസ്റ്റബിൾ ആണ്. അതായത് ഡ്രസ്സൊക്കെ കുറച്ചുകൂടി നമുക്ക് താഴോട്ടൊന്നും പുഷ് ചെയ്ത് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യാൻ പറ്റും. പിന്നെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. വലിയ പൈസയുള്ള സാധനമൊന്നുമല്ല. ഞാൻ വേണമെങ്കിൽ എൻ്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. വലിയ പൈസയൊന്നുമില്ല, പക്ഷേ 6-7 ബാഗും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അതിൻ്റെ സിബൊക്കെ ഭയങ്കര ലൈറ്റാവും. നമ്മൾ ഭയങ്കര വാശിക്കൊക്കെ വലിച്ചാൽ അതുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ ഓരോന്നും പാക്ക് ചെയ്തു. മറ്റേതിനകത്ത് എൻ്റെ മെയിൻ ഡ്രസ്സസൊക്കെ എടുത്ത് വെച്ചു. ഇതിനകത്ത് നമ്മൾ അണ്ടർ ഗാർമെൻറ്റ്സും പിന്നെ നൈറ്റ് ഡ്രസ്സസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. എല്ലാം ഞാൻ പക്കയൊക്കെ ഇടാറുണ്ട്, ഒന്നും ഞാൻ മിസ് ചെയ്തില്ല കേട്ടോ. ഫൈനൽ പാക്കിങ് വന്നപ്പോൾ എൻ്റെ ബാഗ് ഇങ്ങനെ വിജനമിച്ചിരുന്നു, 3 ബാഗും. പിന്നെ പിറ്റേന്ന് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. ഓക്കെ, അങ്ങനെ പിന്നെ ആ ഒരു പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം എടുത്തു. അപ്പോൾ എൻ്റെ തലയിൽ എന്തായാലും എണ്ണ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നൊന്ന് സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന പോലെ പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുത്തു. അത് ഞാനതവിടെ വെച്ചു. അതായത് അതൊന്ന് ഇരുന്നാലുണ്ടല്ലോ അതിന് അടിയിൽ ആ ഒരു സ്റ്റാർച്ച് കിട്ടും. അതുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്തത് ഈ പാൽമേഴ്സിൻ്റെ ഒലിവ് ഓയിൽ കണ്ടീഷനിങ് ആണ്. അടിപൊളി മാസ്കാണ് കേട്ടോ. ഇത് കണ്ടീഷണറല്ല, കണ്ടീഷനിങ് മാസ്കാണ്.
അടിപൊളി മാസ്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വേറൊരു വീഡിയോയ്ക്കകത്ത് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാൻ നേരത്ത് ഈ പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഓക്കെ, എന്തായാലും ഇത് അടിപൊളിയാണ്. ഞാൻ പറയാം, ഞാനടി 238 രൂപയാണ് കേട്ടോ ഈ പ്രൊഡക്റ്റിന്. പക്ഷേ ഞാൻ പ്ലമ്മിൻ്റെ കോക്കനട്ട് ഹെയർ മാസ്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അടിപൊളിയാണ്. പക്ഷേ അതിലും അടിപൊളിയാണ്. ആരെങ്കിലും അത് വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോ, ഇത് വാങ്ങിച്ചോ കേട്ടോ. ഈ ഒരു ഹെയർ മാസ്ക് ഞാൻ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് ഞാൻ 3-4 ദിവസത്തേക്ക് ഹെയർ വാഷ് ചെയ്തതേ ഇല്ല. ബോഡി വാഷ് മാത്രമേ ചെയ്തോളൂ. ആ 3 ദിവസവും ഈ ഹെയർ നല്ല സ്മൂത്തായിട്ട് കിടന്നിട്ടുണ്ട്. ഈ ഒറ്റ ഒരു ഹെയർ മാസ്കിൻ്റെ ബലത്തിലാണ്. അത്രയ്ക്ക് വൃത്തിയായിട്ട് ആ സ്മെല്ലെന്ന് പറഞ്ഞാൽ 3 ദിവസം സ്മെല്ല് നിന്നു. മേ ബി ഒലിവ് ഓയിലിൻ്റെ ആയതുകൊണ്ടായിരിക്കും ഇത്രയും സ്മൂത്തായിട്ട് നിന്നത്. അടിപൊളി മാസ്കാണ് കേട്ടോ. ഞാൻ വെറുതെ എക്സാഗ്രേറ്റ് ചെയ്യുകയല്ല, അടിപൊളി മാസ്കാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്തോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഹെയറിൻ്റെ കേസസ് ഒക്കെ പറഞ്ഞല്ലോ. ഞാൻ ആ ഹെയർ മാസ്ക് എക്സാഗ്രേറ്റ് ചെയ്തില്ല കേട്ടോ. നല്ല മാസ്കാണ്, യൂസ് ചെയ്തോളൂ. വലിയ പൈസയില്ല. കണ്ടോ എൻ്റെ അറ്റത്ത് കണ്ടോ സ്റ്റാർച്ച് വന്ന കണ്ടോ. അപ്പോൾ അങ്ങനെ വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് ആണെന്നൊന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കിഷ്ടമായിട്ടോ, നല്ലതായിരുന്നു. ആ മാസ്ക് യൂസ് ചെയ്തിട്ട് പിറ്റേ ദിവസം എനിക്കൊരു ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ബ്രൈറ്റ്നസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ഓട്ടം ആയതുകൊണ്ട് എൻ്റെ ഫേസ് ഒന്ന് വാടിപ്പോയത്. കുറച്ചധികം എനിക്ക് കുറേ കാര്യങ്ങൾ അന്ന് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു അതുകൊണ്ട്. ഓക്കെ, ഞാൻ വേറൊരു വീഡിയോയ്ക്കകത്ത് ഫേസ് മാസ്ക് ഉണ്ടാക്കിയപ്പം പൊട്ടറ്റോയുടെ ഈ ജ്യൂസും പ്ലസ് ഓട്സ് മിക്സുമാണ് ഇട്ടത്. ഇത് ഞാൻ കറക്റ്റ് റൈസ് പൗഡർ യൂസ് ചെയ്തപ്പോൾ നല്ല എഫക്റ്റീവായിരുന്നു, ഭയങ്കര എഫക്റ്റീവായിരുന്നു. നമ്മളുടെ ആ ഫേസിലെ ആ ഡൾനെസ്സും ഒക്കെ നന്നായിട്ട് മാറും. അതായത് ഭയങ്കര കറുത്ത കളറൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് വെളുക്കും. അതായത് പാടൊന്നും മാറുമെന്നൊന്നുമല്ല, പക്ഷേ നല്ലതാണ്. പിന്നെ ഇത് അണ്ടർ ആംസിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ അണ്ടർ ആംസിലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചേഞ്ച് നമുക്ക് ഡെഫിനറ്റ്ലി തോന്നും, ഉറപ്പായിട്ടും തോന്നും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തോളൂ. അതായത് എവിടെയെങ്കിലും പോകുന്ന ഏതെങ്കിലും ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഫേസൊക്കെ ഫേഷ്യൽ ചെയ്യാനോ ഒന്നിനും സമയം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്തോളൂ. ഞാൻ ഗ്യാരണ്ടി തരുന്നു, അടിപൊളിയായിരിക്കും. ഓക്കെ, കാരണം എൻ്റെ ഫേസിലൊരു ബ്രൈറ്റ്നസ് ആക്ച്വലി വന്നു. പിറ്റേന്നും ഉണ്ടായിരുന്നു, അതിന് പിറ്റേന്നും ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഓയിലിങ് ചെയ്യാം. അതായത് ഞാൻ കിടക്കുന്നതിന് മുമ്പ് കുളിക്കണം. രാത്രിയായിട്ടോ, ഏകദേശം ഒരു 12:30-1 മണിക്കാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കയ്യിലും കാലിലും നന്നായിട്ട് എണ്ണ തേക്കുകയാണ്. എണ്ണ തേക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആ ലാമ്പിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് ഞാനത് ലാവെൻഡർ ഓയിൽ, നമ്മൾ കോക്കനട്ട് ഓയിൽ, ഏതോ 2 ഓയിലാണ് മിക്സ് ചെയ്തത്. ആ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ കാലിലും കയ്യിലും നന്നായിട്ട് ആ എണ്ണ ചൂടോടെ തന്നെ തേച്ചു കേട്ടോ. അത് ഭയങ്കരമായിട്ട് ആറിയിട്ടൊന്നുമില്ല, ചെറിയൊരു ചൂടോടെ തന്നെ തേച്ചു. എൻ്റെ കാലിലാണെങ്കിൽ എനിക്ക് എപ്പോൾ ചെരുപ്പിട്ടാലും ഞാൻ വാങ്ങിക്കുന്ന ചെരുപ്പ് ചിലപ്പോൾ ടൈറ്റായിരിക്കും, പക്ഷേ കാല് പൊട്ടുമെങ്കിലും എല്ലാവരും അങ്ങനെ ആയിരിക്കും അല്ലേ. സോക്സ് നമുക്ക് ആംഗിൾ സോക്സ് ആണല്ലോ ഇടുന്നത്. അപ്പോൾ ആ പൊട്ടുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ, ചെരുപ്പ് വലുതാവുമല്ലോ, ചെരുപ്പ് കുറച്ചുകൂടെ വലിയുമല്ലോ, അപ്പോൾ അങ്ങ് സെറ്റാകും. പക്ഷേ ആ ഒരു മുറിവ് എപ്പോഴും നമ്മുടെ കാലിൽ കാണാം. നമ്മുടെ ഫേസിൽ വരുന്ന പോലല്ല, നമ്മളെ കാലിലും കയ്യിലും വരുന്ന മുറിവ് മാറാൻ ഒരുപാട് ടൈം എടുക്കും. മേ ബി നമ്മളത് ടേക്ക് കെയർ ചെയ്യാത്തത് കൊണ്ടായിരിക്കും. എനിവേ അതൊരുപാട് സമയം എടുക്കും. ഓക്കെ, അങ്ങനെ എൻ്റെ കാലും കയ്യിലും അങ്ങനെ ശ്രദ്ധിക്കും ഞാൻ, പക്ഷേ ഈ മുറിവൊക്കെ കുറച്ച് പ്രശ്നം. ഓക്കെ, അങ്ങനെ ഞാൻ കാലിലും കയ്യിലും നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കുക. നല്ല ചെറിയൊരു ചൂടറിയാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് കേട്ടോ ഞാൻ എണ്ണ തേച്ച് കൊടുക്കുന്നത്. കുറച്ച് ചൂടറിയാൻ പറ്റും, എന്തായാലും അറിയാൻ പറ്റും. ആ ഒരു രീതിക്ക് തന്നെയാണ് എണ്ണ തേച്ച് കൊടുക്കുന്നത്. കയ്യിൽ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ലാമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ലാമ്പാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈറ്റിങ് കിട്ടും, ഹീറ്റാക്കണമെങ്കിൽ ഹീറ്റാക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ പിന്നെ എനിക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ എണ്ണ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഗ്ലൗസ് ഇട്ട്, അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അതായത് പിന്നെ നമ്മൾ ഈ സോപ്പിനകത്തൊന്നും കൈ തൊടണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ടോളൂ. ഗ്ലൗസ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നല്ലൊരു ഡീപ്പ് ബാത്ത് കഴിഞ്ഞു. നല്ല ഡീപ്പ് ബാത്തായിരുന്നു, പിന്നെ റിലാക്സിങ് ബാത്തായിരുന്നു. അത് കഴിഞ്ഞ് നല്ല റിലാക്സേഷനുള്ള ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ റിക്വസ്റ്റ് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം
ഇപ്പോൾ കുറേ റിക്വസ്റ്റ് വന്നിട്ടുള്ള വീഡിയോ ആണ് പ്രൈവറ്റ് ഏരിയസിലെ ബാഡ് ഓർഡേഴ്സ് എങ്ങനെയാണ് റിമൂവ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് ആക്ച്വലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൂടെ ആയതുകൊണ്ട് എനിക്ക് കുറേ ഐഡിയ ഉണ്ട്. പിന്നെ ജസ്റ്റ് നമ്മൾ എന്തായാലും ഒന്ന് ഗൂഗിൾ ചെയ്യും. വെറുതെ ഞാനൊരു വീഡിയോ ഉണ്ടാക്കില്ല. അത് എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായി. ഞാൻ വെറുതെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. എനിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന വീഡിയോസേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അതുപോലെ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടേ ഞാൻ വീഡിയോസ് ഉണ്ടാക്കാറുള്ളൂ. ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോസ് ഉണ്ടാക്കാറുള്ളൂ. ഓക്കെ, അങ്ങനെ ആ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗായ്സ്, ടേക്ക് കെയർ.